ഗോകുലം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട്. സുരേഷ് അന്വേഷിക്കുന്നുണ്ട്. സുരേഷ് ഏട്ടൻ ഇപ്പൊ ആളങ്ങോട്ട് മാറിയല്ലേ. സുരേഷ് ഏട്ടൻ ഇപ്പോ പണ്ടൊക്കെ നമ്മള് കാണുന്ന സിനിമകളിൽ ഞാനൊക്കെ കണ്ട ഒരു സുരേഷ് ഗോപി ഉണ്ട്. പോലീസ് യൂണിഫോമിൽ വന്നിട്ട് ഒരു 40 സെക്കൻഡ് 50 സെക്കൻഡ് ഉള്ളതൊക്കെ ഒരു ഡയലോഗൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് ലാസ്റ്റ് ഷിറ്റും പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഒരു സുരേഷ് ഗോപിയാണ് എന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് നമ്മളൊക്കെ സ്നേഹിച്ചത് അങ്ങനത്തെ ഒരു സുരേഷ് ഗോപിനെ ആണല്ലോ. പുള്ളി ഇപ്പോ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ്ലി പുള്ളി അങ്ങോട്ട് വേറൊരു യൂണിവേഴ്സിലോട്ട് പോയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മൾ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് ഒരു അമ്മ കൈ കൊടുത്തപ്പോ, അതായത് സ്നേഹം കൊണ്ട് നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമല്ലോ. സോ അപ്പൊ തന്നെ സഡൻലി തിരിഞ്ഞു നിന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൈ കഴുകുന്ന ഒരു അയിത്തം കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അയിത്തം കാണിക്കുന്ന പോലെ. പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മേൽജാതിക്കാര് താഴ്ജാതിക്കാര് അയിത്തം, നമ്മൾ മാറി നടക്കണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 2026 ഫസ്റ്റ് ഡേ January 1 അല്ലേ. ഈ വീഡിയോയ്ക്ക് മാക്സിമം പോയാൽ ഒരു 2 വീക്ക് പഴക്കം ഉണ്ടാവുള്ളൂ. മാക്സിമം ഒരു 1 വീക്ക് 2 വീക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഭവമാണിത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കണോ? അങ്ങനെയൊക്കെ ചെയ്യണോ? ഇപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭയം വന്നു തുടങ്ങി. സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? പൊതുപരിപാടികൾക്ക് പോകാതിരിക്കുക. ഇനി പോകുമ്പോൾ മാസ്ക് വെക്കുക, കയ്യിൽ ഗ്ലൗസ് ഇടുക. ഇതൊരാളിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. അതെന്തോ പുള്ളി എന്തോ ഒരു തമ്പുരാൻ, ബാക്കിയുള്ളവരെല്ലാം കീഴിലെ ആൾക്കാർ പുള്ളിക്ക് കൈ കൊടുത്തു, അപ്പം തന്നെ പുള്ളി അതിനെ കഴുകിക്കളയുന്നു. എനിവേ, എന്തായാലും ഇദ്ദേഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും ചുക്കാൻ പിടിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ ഐ എം ഷെയിം ഓഫ് യു. പിന്നെ ഇനിയും കൊടുക്ക്. തൃശ്ശൂർ മാത്രം ആക്കണ്ട, ഇനി നിങ്ങൾ അങ്കമാലിയും പെരുമ്പാവൂരും ഒക്കെ പുള്ളിക്ക് കൊടുക്ക്. പക്ഷെ